പരമ്പരാഗത വഴിയാണ്. ആൾക്കാരെ കണ്ടപ്പോ എൻ്റെ പേര് രാധിക എന്നാണ്. നമ്മൾ ഈ ക്ഷേത്ര പരിസരത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. തന്നെയല്ല, പഴയ കാലത്തെ ക്ഷേത്ര ഊരായ്മക്കാരായ 4 തറവാട്ടിലെ ഒരു തറവാട്ടിൽപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മുടെ അച്ഛനും അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വളരെ ഭംഗിയായിട്ട് നടന്നിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ 2-3 കൊല്ലമായിട്ടുള്ള ദേവസ്വത്തിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ആന വന്നാൽ തന്നെ 7 ദിവസം ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ സ്ഥിരമായിട്ട് ഒരു ആനയാണ് ഉണ്ടാവാറ്. ഇപ്പൊ ആനയൊന്നും ഇല്ല. കഴിഞ്ഞ വർഷം ഇവിടുന്ന് ആനയെ പോയിട്ട് തിരിച്ചു വന്നത് ആന ഇല്ലാണ്ട് ഇപ്പൊ ഇത്ര നേരമായിട്ടും ഭഗവതി പോവാത്തൊരവസ്ഥയാണ്. അപ്പൊ ഭക്തജനങ്ങളെല്ലാവരും ഇപ്പൊ ദേവസ്വത്തിന് വരുമാനം മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് എന്തിനാണ് ഇങ്ങനെ അനാസ്ഥ കാണിക്കണം? ഇത് ഇങ്ങനെ നടക്കാനാണെങ്കിൽ ഈ എല്ലാ ഭഗവതിമാരും ഈ ആർട്ടഴ പൂരത്തിന് പല ദേവീദേവന്മാരുടെ സംഘമാണ് അല്ലെ. അപ്പൊ എല്ലാ ഭഗവതിമാർക്കുള്ള അതേ എന്താ പറയാ അവകാശം തന്നെ നമ്മുടെ ഭഗവതിക്കും ഉണ്ട്. അന്തിക്കാട് ആനയ്ക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇത്രയും ദിവസം. ഇന്ന് ഞാൻ ഊഹിക്കുന്നു ഇപ്പൊ 4-ാമത്തെ 5-ാമത്തെ ആനയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. 4-ാമത്തെ ആനയാണോ മറ്റോ. ഇന്ന് ആന ഇല്ല ഇതുവരെയായിട്ടും. അപ്പൊ പറഞ്ഞപ്പോ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു എന്ന് ദേവസ്വത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ആർട്ടോഴ ഊരത്താണ് ആന വരണേന്ന്. ഇപ്പൊ ഇവിടെ ആനയുടെ ഉടമസ്ഥനോട് ചോദിച്ചപ്പോ പറയുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വരണേന്ന്. ഇപ്പൊ ഇതുവരെയും ആന എത്തിയിട്ടില്ല. ഈ സമയമാകുമ്പോഴേക്കൊക്കെ നമ്മള് ഒരു പകുതി ദൂരം അന്തിക്കാട് പകുതിയോടൊപ്പം അവിടെ പിന്നിട്ട് അവിടെ എത്തേണ്ട സമയമാവാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കോലം കൊണ്ട് വണ്ടിയിൽ ഇവിടുത്തെ ആൾക്കാർ പോകേണ്ട സമയമാണ്. ഇതുവരെ ആയിട്ടും പ്രതിഷേധിക്കണോ എന്താ വേണ്ടതെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു നിശ്ചയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ദേവസ്വത്തിന്റെ ഒരു അനാസ്ഥ നമ്മളോട് ഇത്രയും കാലമായിട്ടും ഈ ഒരു എന്തുകൊണ്ട് മറ്റ് അമ്പലങ്ങളോട് കാണിക്കാത്ത ഒരു അനാസ്ഥ ചൂരക്കോട് ഭഗവതിയോട് കാണിക്കണമെന്ന് മനസ്സിലാവണില്ല. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് നമ്മളുടെ അമ്പലത്തിനോട് മാത്രം ഒരു ഇപ്പൊ എന്റെ അമ്മാവനൊക്കെ ഇപ്പൊ തേവരുടെ അകമ്പടി പിടിക്കുന്ന ആളട്ടെ. എന്റെ അമ്മാവനാണ് അകമ്പടി പിടിക്കുന്ന ആള്. അവിടെ ആനയില്ലാത്ത ദേവസ്വം നിൽക്കാത്ത കൊണ്ടാണ് ആനയെ കിട്ടാഞ്ഞതെന്നാ പറയണേ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ആന ഇല്ലാണ്ട് ഞങ്ങളുടെ ഭഗവതി പൂവില്ലാന്ന് ഒരു വാശി പിടിച്ചിരുന്നെങ്കിൽ ആന എത്തുന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആൾക്കാർക്കും കുഴപ്പമില്ല. ഭഗവതി AC വണ്ടിയിൽ വന്നു എന്ന് പറയണേ. അപ്പൊ ഇനി വണ്ടിയിലാണ് യാത്ര ചെയ്യാനായിട്ട് ഭഗവതിക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇനി എങ്ങനെയാണെന്ന്. രാജീവ് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷം ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് ആന കിട്ടാത്തൊരു സാഹചര്യം. അന്നത്തെ ഒരു സാഹചര്യം പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് വരാനായിട്ട് വേണ്ടി ഏൽപ്പിച്ച ആനകൾ ഒരു മതപ്പാട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു തളയ്ക്കേണ്ടി വന്നു. പക്ഷേ ഈ വർഷം നമുക്ക് എല്ലാ വർഷവും നമുക്ക് ആനകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള ആനകൾ ഉണ്ടാവാറുണ്ട്. ഈ വർഷം നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മളൊരു 4:30 നമ്മൾ പോകുന്ന സമയം. 4:30-5 മണിക്കുള്ളിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ്. പക്ഷേ ഈ വർഷം നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോളം വൈകിട്ട് ഇതുവരെ ആന എത്തിയിട്ടില്ല. ആന വരുന്നുണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആന വരും എന്നുള്ളത് നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിൽക്കുകയാണ്. ഭഗവതിയെ അന്തിക്കാട് ഭഗവതിയോടൊന്നിച്ച് രാത്രി എഴുന്നള്ളിക്കുന്ന സമയത്തിനുള്ളിൽ ആന ഇവിടുന്ന് നടത്തി കൊണ്ടുപോയി ആറാട്ടുപുഴ എത്തിച്ചേരണം. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം യാത്ര ചെയ്യണം. യാത്ര ചെയ്താലാണ് ആറാട്ടുപുഴ എത്തിച്ചേരുക. അങ്ങനെ അവിടെ നമ്മൾ 1 മണിക്കാണ് അന്തിക്കാട് ചൂരക്കോട്ട് ഭഗവതിമാരുടെ പാടത്തെ പൂരം. വളരെ പ്രസിദ്ധമായ പൂരമാണ്. ആ പൂരത്തിൽ പങ്കെടുപ്പിക്കാനായിട്ട് ചൂരക്കോട്ട് ഭഗവതി അവിടെ എത്തിക്കാനായിട്ട് ആന എത്തിച്ചേരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റ് അധികാരികളും ഈ വൈകിയ വേളയിലും അതിനുവേണ്ടി നന്നായി പരിശ്രമിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇനിയും
ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് വൈകിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനുള്ള പരിപാടികൾ ദേവസ്വം ബോർഡ് അത് ഒഴിവാക്കി തരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇപ്പം ഭാഗമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായേക്കും. പക്ഷേ നമുക്ക് ഈ ആറാട്ടുപുഴയ്ക്ക് പോകാനായിട്ടൊരു ആന വേണമല്ലോ. അത് നമ്മൾ രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ദേവസ്വം ഓഫീസറും ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആനനെ നമുക്ക് വരാനായിട്ട് നമ്മൾ പിന്നെ 2 മണി മുതൽ നിരന്തരം ബന്ധപ്പെട്ട് നമ്മൾ വലിയ തോതിൽ ഒരു പ്രഷർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ ആനയെ വിട്ട് കിട്ടിയത്. മകരത്തിന് വന്നിട്ടുണ്ടോ? മതി മതി അതെ ആന എത്തില്ല. 10 മിനിറ്റ് ആയം പോലെ തിന്നിട്ടൊക്കെ ഇഷ്ടമല്ല. അടുത്തൊരു ഇങ്ങനെ അതൊന്നും നിങ്ങളെ സ്പീഡാക്കുവാണ്. എങ്ങനെ വേണമെങ്കിൽ പോകും. നിങ്ങൾ ഓടിയാവോ അതിന് പറയാൻ കൊടുക്കും. ഞങ്ങൾ വീഡിയോ പറഞ്ഞ് ഓട്ടോമത്സരം ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഓട്ടോമത്സരം കിട്ടില്ല. ഞങ്ങൾ പത്തിരിച്ചത്